പെണ്ണിൻ മനസ്സറിഞ്ഞ പൊന്നിൻ ശേഖരം 45 വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി. പാഴ്സലിൽ നിന്നും MDMA കണ്ടെത്തിയ സംഭവം. പ്രതിയുടെ പേരിലെത്തിയ മറ്റൊരു പാഴ്സലിൽ നിന്നും 900 ഗ്രാം കഞ്ചാവും കണ്ടെടുത്തു. ഫെബ്രുവരി 28-ന് എറണാകുളം എക്സൈസ് റേഞ്ച് ഓഫീസിൽ ലഭിച്ച ടെലിഫോൺ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ വി സജിയും പാർട്ടിയും ചേർന്ന എറണാകുളം കാരിക്കാമുറി ഭാഗത്ത് ഗ്ലോബൽ ആർക്കേഡ് ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന കൊച്ചി ഇന്റർനാഷണൽ മെയിൻ സെന്ററിന്റെ ഓഫീസിൽ ഫ്രാൻസിൽ നിന്നും പോസ്റ്റ് മുഖാന്തരം എത്തിയതും തിരുവനന്തപുരം സ്വദേശി അതുൽ കൃഷ്ണ എന്ന ആളുടെ മേൽവിലാസമുള്ളതുമായ പാർസലിൽ നിന്നും 10 ഗ്രാമോളം MDMA കണ്ടെത്തുകയും ഇയാളെ പ്രതിസ്ഥാനത്ത് ചേർത്ത NDPS ആക്ട് പ്രകാരം എറണാകുളം എക്സൈസ് റേഞ്ച് ഓഫീസിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നതുമാണ്. ഈ മേൽവിലാസം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ തിരുവനന്തപുരം വെമ്പായം സ്വദേശിയായ അതുൽ കൃഷ്ണ എന്ന 23-കാരന്റെ വസതിയിൽ വെച്ച് പാഴ്സലിനെ പറ്റി വിശദമായി ചോദ്യം ചെയ്യുകയും ഇയാൾക്ക് ഈ കേസുമായി ബന്ധമുണ്ടെന്ന പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളിൽ നിന്നും കണ്ടെടുത്ത മൊബൈൽ ഫോണുകൾ പരിശോധിക്കുകയും ഗൂഗിൾ ഹിസ്റ്ററിയിൽ നിന്നും ഫ്രാൻസിലെ ലാപോസ്റ്റ് ഫ്രാൻസ് എന്ന വെബ്സൈറ്റിൽ ഇയാൾ ഫെബ്രുവരി 15, ഫെബ്രുവരി 25 എന്നീ തീയതികളിൽ പരിശോധിച്ചിട്ടുള്ളതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. പ്രതിയെ മാർച്ച് 1-ന് അറസ്റ്റ് ചെയ്യുകയും എറണാകുളം എക്സൈസ് റേഞ്ച് ഓഫീസിൽ എത്തിക്കുകയും 2-ാം തീയതി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഇന്ത്യക്ക് അകത്തു നിന്നും നിരവധി പാഴ്സലുകൾ വരുത്തിയതിന്റെ വിശദാംശങ്ങളും ഇയാളുടെ ഫോണിൽ നിന്നും എക്സൈസ് കണ്ടെത്തിയിരുന്നു. ഇയാളുടെ ഫോണിൽ നിന്നും ഫെബ്രുവരി മാസം 28-ാം തീയതി ഷില്ലോങ്ങിൽ നിന്നും ഇയാളുടെ പേരിൽ ഡെസ്പാച്ച് ചെയ്തിട്ടുള്ള മറ്റൊരു പാഴ്സൽ അയച്ചിട്ടുള്ളതായി എക്സൈസ് കണ്ടെത്തിയിരുന്നു. ട്രാക്ക് ചെയ്ത് ഈ പാഴ്സൽ പരിശോധിക്കുന്നതിനായി പാഴ്സലിന്റെ ട്രാക്കിംഗ് ID സഹിതം തിരുവനന്തപുരം സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടറിന് വിവരം കൈമാറുകയും പ്രതിയുടെ പേരിൽ തിരുവനന്തപുരം പോസ്റ്റ് ഓഫീസിൽ എത്തിയിട്ടുള്ള പാഴ്സൽ പരിശോധിച്ചപ്പോൾ 915 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തിട്ടുള്ളതുമാണെന്ന് എക്സൈസ് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് കൂടി ഇയാളുടെ പേരിൽ ചേർത്ത് തിരുവനന്തപുരം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണെന്നും എക്സൈസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.